അതുപോലെ തന്നെ വീട്ടില് ഒരു ഫയർ എക്സ്റ്റിങ്വിഷൻ വെക്കുന്നതിന്റെ ഉപയോഗം, അതുപോലെ എന്ത് മോഡലാണ് വാങ്ങേണ്ടത്? ഫയർ എക്സ്റ്റിങ്വിഷർ പലതരത്തിലുണ്ട്, പല ടൈപ്പ് ഓഫ് ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ്. അല്ലെ, തീ പിടിച്ചാൽ തീ കെടുത്താനുള്ള മാധ്യമങ്ങൾ തന്നെ പലതാണ്. ഏറ്റവും പരക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള സാർവജനീനമായിട്ടുള്ള ഒരു മാധ്യമമാണ് വെള്ളം. അതുകൂടാണ്ട് വേറെയും പല മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കും. പിന്നെ ഈ വെള്ളത്തിനകത്ത് സോപ്പ് പോലെയുള്ള ഒരു കെമിക്കൽ കൂട്ടിച്ചേർത്ത് പതപ്പിച്ച് പതയുണ്ടാക്കി ഉപയോഗിക്കും, ഫോം എന്ന് പറയും. പിന്നെ ഈ ചോക്ക് പൊടി പോലിരിക്കുന്ന വളരെ നേർത്ത ഒരു തരം പൗഡർ, നമ്മളതിനെ ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയും, അങ്ങനത്തെ ഒരു പൗഡർ ഉപയോഗിക്കും. അങ്ങനെയുള്ള പല പല പിന്നെ ഏജൻസും, ഫയർ ഫൈറ്റിംഗ് ഏജൻസ് നമ്മൾ ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാ ഏജൻസും എല്ലാ ഫയറിനും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പം അടുക്കളയിൽ ഒരു ചട്ടിയിൽ ഒരു കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുള്ള എണ്ണയ്ക്ക് തീ പിടിച്ചാൽ ഏതെങ്കിലും വീട്ടമ്മമാർ വെള്ളം കോരി ഒഴിക്കുമോ? ഇല്ല, അവർ ചെയ്യില്ല. അവർക്കറിയാം. കാര്യം വെള്ളം കോരി ഒഴിച്ചാൽ വെള്ളം അടിയിലോട്ട് പോകും, എണ്ണ മേലോട്ട് കയറി വരും, മുകളിൽ കിടന്ന് കത്തും, തീ വലുതാവും. അപ്പോൾ അത് ക്ലോസ് ചെയ്യണം അല്ലേ? അപ്പോൾ അത് അടച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ വായുവിൻ്റെ ഒരു കോണ്ടാക്ട് കുറഞ്ഞു പോവുകയും തീ കെട്ടു പോവുകയും ചെയ്യുന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. എന്നതുപോലെ ഏത് സിറ്റുവേഷനിൽ ഏത് ഫയർ ഉണ്ടാകുന്നു അതിനെ കെടുത്താൻ ആവശ്യമായിട്ടുള്ള മീഡിയം ഏതാണോ അതുള്ള എക്സ്റ്റിങ്വിഷറാണ് അവിടെ വെക്കേണ്ടത്. ഇപ്പോൾ വീടുകളിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ഫയർ സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് അവിടെ ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടാകാം, പിന്നെ അതല്ലാതെയുള്ള മറ്റുള്ള വസ്തുക്കൾ കൊണ്ടുള്ള തീപിടുത്തം ഉണ്ടാകാം. ഈ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പേപ്പർ, തുണി, മരസാധനങ്ങളൊക്കെ കത്താം. ഗ്യാസ്, ഓഫ് കോഴ്സ്, ഈ ഗ്യാസ് ലീക്കായിട്ട് കത്താം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ എക്സ്റ്റിങ്വിഷേഴ്സ് പലതരത്തിലുണ്ട്. എങ്കിലും ഒരു ABC എന്ന് പറഞ്ഞ ടൈപ്പ് ഒരു എക്സ്റ്റിങ്വിഷർ ഉണ്ട്. ABC എന്ന് പറഞ്ഞാൽ A ക്ലാസ് സോളിഡ് ഫയർ, B ക്ലാസ് ലിക്വിഡ് ഫയർ, C ക്ലാസ് ഗ്യാസ് ഫയർ. ഇതിനെ മൂന്നിനെയും പ്രതിരോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൗഡറുള്ള ഒരു എക്സ്റ്റിങ്വിഷർ ഉണ്ട്. അത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏത് ഫയർ വന്നാലും അത് ഉപയോഗിക്കാം. അതിൻ്റെ ഓപ്പറേഷനൊക്കെ വളരെ വളരെ സിമ്പിളാണ്. അത് വളരെ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാവുന്നതുള്ള ആളുകൾക്ക്. വിലയെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല, എന്നാലും ഒരു 3,000-4,000 റുപ്പീസിനുള്ളിലൊക്കെ നല്ല കമ്പനികളുടെ നല്ല പ്രോഡക്ട്സ് കിട്ടുന്നുണ്ട്. നമുക്കൊരു 4 കിലോഗ്രാം അല്ലെങ്കിൽ ഒരു 6 കിലോഗ്രാം ഒക്കെ ഒരു വീടിന് ധാരാളം മതിയാവും. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അതിൻ്റെ ആ പൊടി ചിലപ്പോൾ കട്ട പിടിച്ച് പോവുകയാണെങ്കിൽ അത് ഇടയ്ക്കുന്ന ഏതെങ്കിലും ഒരു ഏജൻസിയിൽ കൊണ്ടുപോയി അതൊന്ന് മാറ്റി വേറെ പൊടി, ഫ്രഷ് പൊടി ഒന്ന് റീഫില്ല് ചെയ്ത് വെക്കുക. ശരിക്കും ഒരു പുതിയ എക്സ്റ്റിങ്വിഷർ ആണെങ്കിൽ ഒരു 3 വർഷം അങ്ങനെ നിൽക്കും. പിന്നെ ഇയർലി അതൊന്ന് ചെക്ക് ചെയ്യണം, മാറ്റണം. അങ്ങനെയാണ് പറയുക. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഒരു ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട് എല്ലായിടത്തും. കാര്യം എക്സ്റ്റിങ്വിഷർ ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വീട്ടിൽ വെക്കുന്ന കാര്യമാണ്. അത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഈ എക്സ്റ്റിങ്വിഷേഴ്സൊക്കെ ഇത്ര കിലോഗ്രാമിൻ്റെ ഇത്ര ഇന്ന ടൈപ്പുള്ള എക്സ്റ്റിങ്വിഷേഴ്സ് ഇത്ര എണ്ണം വേണം ഇന്ന ബിൽഡിങ്ങുകളിൽ എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അത് വലിയ വലിയ ബിൽഡിങ്ങുകളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അത് നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നാഷണൽ ബിൽഡിംഗ് കോഡ് പറയുന്നതനുസരിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിങ്ങുകളിൽ ഏരിയയ്ക്ക് അനുസരിച്ച് ഫയർ ലോഡിനനുസരിച്ച് എക്സ്റ്റിങ്വിഷേഴ്സ് നമ്മൾ പ്ലേസ് ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. പക്ഷെ അത് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ നൗവേഡേയ്സ് ഈ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, ഞാനിന്ന് റിട്ടയർ ചെയ്ത ആളാണെങ്കിലും എനിക്കതിൻ്റെ അതിൽ നിന്നാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആരെങ്കിലും ഒരു ഫോൺ ചെയ്യട്ടെ, തീപിടുത്തം ഉണ്ടാവട്ടെ, ഫോൺ ചെയ്യട്ടെ, അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളവും ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് മേശപ്പുറത്ത് കാത്തിരിക്കുന്ന ഒരു സംവിധാനമല്ല. ഇപ്പോൾ ദേ ആർ റെഡി ടു ഗോ എവ്രിവെയർ എമംഗ് എവറി കമ്മ്യൂണിറ്റി. അത് സ്റ്റുഡൻസ് ആവട്ടെ, ജോലിക്കാരാകട്ടെ, ഫ്ലാറ്റിലെ താമസക്കാരാകട്ടെ, ആരുമാകട്ടെ, അവർക്കിടയിലേക്ക് ഇവർ വരും. ഈ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ കാണിച്ചു തരും. ഈ പറഞ്ഞ വീട്ടമ്മമാരെയും ആബാലവൃദ്ധം ആളുകളെ ഇത് പറഞ്ഞ് അവർ പഠിപ്പിക്കും. അതിനുള്ള സംവിധാനമുണ്ട്. അതൊന്നും റിട്ടയർ ചെയ്ത ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കത് ഈ ആളുകളെ ഇത് ബോധ്യപ്പെടുത്തിയെടുക്കണം. കാര്യം നമ്മൾ പഴയ സിറ്റുവേഷനിലല്ലല്ലോ ജീവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡെവലപ്മെൻറ്റ് ഒരുപാടുണ്ടല്ലോ. ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവശം റിസ്ക് കൂടിയുണ്ട്. അത് അവരെ ബോധ്യപ്പെടുത്തണം. ഡെവലപ്മെൻറ്റിൻ്റെ വിവിധങ്ങളായ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ കൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം.
അത് അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ അത് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം കോട്ട് ചെയ്തത്. എന്നിട്ട് അവർ വന്ന് എല്ലാ സ്ഥലത്തും നമ്മളൊക്കെ നിരവധി സ്കൂളുകളിൽ, ഫ്ലാറ്റുകളിൽ, ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളിൽ, ബാങ്കുകളിൽ ഒക്കെ പോയി ഇതിൻ്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതിനാദ്യം ഒരു പിന്നുണ്ട്. തനിയെ അത് പ്രവർത്തിച്ച് അതിനകത്തുള്ള വസ്തുക്കൾ പുറത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ടൊരു പിൻ, ഒരു സുരക്ഷിതത്വത്തിനൊരു പിന്നുണ്ട്. ആ പിന്നെ ആദ്യം ഉരിയങ്ങ് മാറ്റുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഇതിനകത്തുള്ള വസ്തു വെള്ളമായാലും പൗഡറായാലും പുറത്ത് വരുന്നതിനൊരു ട്യൂബുണ്ട്. ആ ട്യൂബ് എടുത്ത് നേരെ പിടിക്കുക. എവിടെയാണോ നമ്മളിത് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് നേരെ പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രസ് ചെയ്യാൻ നമ്മുടെ ഈ ലെമൺ സ്ക്വീസർ, നാരങ്ങ ഞെക്കി ഉപയോഗിക്കുന്നത് പോലത്തെ ഒരു സ്ക്വീസിങ് സംവിധാനമുണ്ട്. അത് പിടിച്ചൊന്ന് സ്ക്വീസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തൊന്ന് ഈ വസ്തു പുറത്തേക്ക് വരും. അതൊന്ന് സ്വീപ്പ് ചെയ്യുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ PASS, പിൻ, റിമൂവ് ദ പിൻ, എയിം അറ്റ് ദ ഫയർ, സ്ക്വീസ്, ദെൻ സ്വീപ്പ്, ദ പാസ് എന്ന് ഓർത്തിരുന്നാൽ മതി ചുരുക്കത്തിൽ. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, അത് ഒന്ന് കാണിക്കണം. ഒരു എക്സ്റ്റിംഗ്വിഷർ എടുത്ത് വെച്ച് ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് കാണിക്കണം. അതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്, അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ.